ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DTM ബി ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോജി ജോർജ്. ഞാനിന്ന് എല്ലാവർക്കും തേനീച്ച കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഒരു അനുഭവമുള്ളൊരു കേസാണ് പറയാൻ പോകുന്നത്. ഞാനൊരു പിരിച്ചു വെച്ച ഒരു തേനീച്ചക്കൂട് ഞാൻ ഈ മേശപ്പുറത്ത് കൊണ്ട് വെച്ചപ്പോൾ ഒരു അരമണിക്കൂർ അവിടെ വെക്കേണ്ടി വന്നു. അപ്പോൾ കുറേ തേനീച്ചകൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കൂടിൻ്റെ സൈഡിൽ ചെറിയ ഹോളുള്ളായിരുന്നുകൊണ്ട് അപ്പോൾ അത്തരം തേനീച്ചകളെ നമ്മൾ കൈയോടെ ഇതുപോലെ വാരിയെടുത്ത് നമ്മൾ തേനീച്ചക്കൂട്ടിലേക്ക് തിരികെ കൊടുത്തില്ലെങ്കിൽ, ഞാനത് അന്നേരം തന്നെ അരമണിക്കൂറിനുള്ളിൽ ഇത് കണ്ട് അന്നേരം സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ തേനീച്ചകളെ നമ്മളതേ ഇതുപോലെ മെല്ലനെ വാരിയെടുത്ത് ആ കൂടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ തേനീച്ചകൾക്ക് ആ റാണി ഉള്ള കൂട് തൻ്റെ മാതൃകൂട് എവിടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ പിരിച്ച നിലവിലുണ്ടായിരുന്ന കൂടിനകത്തുനിന്ന് ഒരു 500 മീറ്റർ ദൂരെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ വെക്കുന്നതിന് മുമ്പ് ഈ മേശപ്പുറത്ത് വെച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേപോലെ തേനീച്ചനെ വാരിയെടുത്ത് ഇതാ ഈ കൂടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ കൂട്ടിലേക്ക് തേനീച്ചനെ നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ തേനീച്ചകൾ അവിടെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും അവിടെ തന്നെ ഇരുന്നിട്ട് അവരുടെ ആയുസ് അവിടെ വെച്ച് തീരും. അപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ആ ടേബിൾ പലരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ തേനീച്ചകൾ അവിടെ തന്നെ ഇരുന്ന് ആളുകളെ ചിലപ്പോൾ കുത്തുന്ന ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്ക് പിന്നെ ഇനി ഈ കൂട് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. അവരെ റാണിയോ അല്ലെങ്കിൽ അവരെ മാതൃകൂട് എവിടെയാണെന്ന് ഇനി അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. എനിക്കിതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തേനീച്ചകളെ ഇതേപോലെ വാരിയെടുത്തിട്ട് അതിങ്ങനെ പുറത്തേക്ക് പറന്നു പോയ തേനീച്ച എല്ലാം പരിസരമെല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് ആദ്യം ഇരുന്ന ഇപ്പം നമ്മൾ പിരിച്ചു വെച്ച കൂട് എവിടെയാണോ ഇരുന്നത് അവിടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇത് സെർവേറ്റ് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിലവിൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡിലേക്ക് മാറ്റിയപ്പോൾ കുറേ ഈച്ച പുറത്തേക്ക് പോയി. ആ പുറത്തേക്ക് പോയ ഈച്ചകളെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ കൂടിനകത്തേക്ക് കൊണ്ട് വെക്കാതെ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. ഇങ്ങനെ മെല്ലനെ നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ തേനീച്ചകളെല്ലാം നമ്മൾ കയ്യിലേക്ക് കയറും. അപ്പോൾ നമ്മളിതുപോലെ മെല്ലനെ തേനീച്ചനെ എടുത്ത് മെല്ലനെ ഒരു ചിലപ്പം 4-5 പ്രാവശ്യം നമ്മൾ എടുക്കേണ്ടി വരും. കാരണം കുറച്ച് തേനീച്ചനെ കിട്ടുള്ളൂ. അങ്ങനെ 4-5 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഈ തേനീച്ചനെ ഇതുപോലെ വാരിയെടുത്തിട്ട് ഈ കൂടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ തേനീച്ചകളെല്ലാം ആ കൂടിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനിതിനു മുമ്പ് ഇതുപോലെ തേനീച്ചനെ ഒരു സൈറ്റിൽ നിന്ന് എനിക്ക് മാറ്റേണ്ടി വന്നു. അന്നേരം രാത്രി സാധാരണ നമ്മൾ ഇത്തരം തേനീച്ചകളെ നമ്മൾ വേറൊരു തേനീച്ചനെ ഒരു കൂട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ നമുക്ക് രാത്രിക്ക് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പോകേണ്ട തിരക്കുള്ളതുകൊണ്ട് ഞാനൊരു 6 മണിക്ക് മുമ്പേ ആ തേനീച്ച കൂട് എടുത്തിട്ട് ഒരു 500 മീറ്റർ ദൂരെ മാറ്റി വെച്ചു. അടുത്ത ആഴ്ച വന്ന് നോക്കുമ്പോൾ അന്നേരം പുറത്ത് പോയ കുറേ തേനീച്ചകളെല്ലാം അവിടെ തന്നെ വന്ന് നിലവിൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്ന ആ ഭാഗത്തുള്ള ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ആ ഈച്ചകൾക്ക് ഈ കൂടിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ഈച്ചകളെല്ലാം അവിടെ ഇരുന്നിട്ട് ആയുസെത്തി പോകുന്ന ഒരവസ്ഥ ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഈച്ചനെ വാരിയെടുത്തിട്ട് ഇങ്ങനെ ഈ കൂടിലേക്ക് തന്നെ കൊടുക്കുന്ന വർക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പം തേനീച്ച വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ തേനീച്ചനെ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാന്നുള്ളൊരു കണക്കൂടൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ആ സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ വെറുതെ വെക്കേണ്ടി വരും. വേറൊരു കൂട് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് 2 കൂടും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു കൂട് ചിലപ്പോൾ അടുത്ത് വെക്കും. അപ്പോൾ ആ അടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ ഈച്ചകൾ കുറേ എണ്ണം പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെ പുറത്തിറങ്ങിയ ഈച്ചകളെ നമുക്ക് പെട്ടെന്ന് പിന്നെ കൂടിലേക്ക് വെക്കണമെങ്കിൽ ഇതേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തായെന്ന് വെച്ചാൽ, നമ്മളൊരു തുണിയൊക്കെ ഇട്ടിട്ട് ചെറിയ ലീക്കുള്ള കൂടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നല്ലൊരു പോളിസ്റ്ററിൻ്റെ പഴയ സാരിയോ അല്ലെങ്കിൽ ഒരു ചാക്കിനകത്തേക്ക് കെട്ടിയിട്ട് ഒരു വായു കിട്ടുന്ന രീതിയിൽ ഇതിനകത്ത് കെട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഈച്ചകളൊന്നും പോവില്ല. അപ്പം നമുക്കിതൊന്നും പെട്ടെന്ന് ചെയ്യാൻ സമയവും സൗകര്യവും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കേസാണിത്. അപ്പോൾ ഈച്ചകൾ പുറത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇത്തരം ചില ടെക്നിക്കുകളും കൂടി നമ്മൾ ചെയ്യണം. അഥവാ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഈച്ചകൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഒരു റെമഡി എന്നുള്ള നിലയിലാണ് ഞാനിപ്പം ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാർഗ്ഗമുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.